എല്ലാവർക്കും സ്റ്റീൽ ദ ഫ്ലേവറിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് അരിയും ഉഴുന്നും ഒന്നും അരയ്ക്കാണ്ട് ഇഡ്ഡലിയും ദോശയും എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഇതിനു വേണ്ടിയിട്ട് ഞാനൊരു അരക്കപ്പ് ഉഴുന്ന് എടുത്തിട്ടുണ്ട്. ഈ ഉഴുന്ന് നമുക്ക് ലോ ഫ്ലെയിമിലിട്ടൊന്ന് വറുത്തെടുക്കണം. വറുത്തെടുക്കുമ്പോൾ ഉഴുന്നിൻ്റെ കളറ് മാറാൻ പാടില്ല, പക്ഷേ ഉഴുന്ന് നന്നായിട്ട് ചൂടായി കിട്ടണം. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ ഉഴുന്ന് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്, ഇതിൻ്റെ കളറ് മാറിയിട്ടില്ല. ഇത്രയും മതിയാവും. നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്ത് വെച്ചിട്ട് അതിനകത്തോട്ട് ഒരു അര കപ്പ് അവിലും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ അവിലും ഉഴുന്നുമൊക്കെ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഞാനിതിപ്പോൾ ഒരു മിക്സി ജാറിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് നല്ല ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിനി ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1.25 കപ്പ് അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇഡ്ഡലി ദോശ മിക്സ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തോട്ട് ആവശ്യമുള്ളപ്പോൾ കുറേശ്ശെ വെള്ളം ചേർത്ത് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിനകത്തോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇതൊരു ഇഡ്ഡലി മാവിൻ്റെ പരുവത്തിൽ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ചോറുണ്ടെങ്കിൽ ഈ ഒരു അളവിന് ഒരു 1/4 കപ്പ് ചോറും കൂടി അരച്ച് ചേർത്താൽ നല്ലതായിരിക്കും. ഇന്നിപ്പോൾ ഞാൻ ചോറൊന്നും അരച്ച് ചേർക്കുന്നില്ല. ഇതിനകത്തോട്ട് ഇപ്പോൾ ഉപ്പിട്ട് കൊടുക്കണ്ട. ഉപ്പിട്ട് കൊടുത്താൽ മാവ് പൊങ്ങി വരാൻ ഒരുപാട് സമയമെടുക്കും. നമുക്കിനി ഇതൊന്ന് മൂടി വെക്കാം. നമുക്കിനി ഇതൊന്ന് പൊങ്ങി വരുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. ഓവർനൈറ്റ് വെക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഇപ്പം മാവ് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പ് ഒന്ന് വെള്ളത്തിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് മിക്സ് ചെയ്യുമ്പോൾ ഒരുപാട് മിക്സ് ചെയ്യേണ്ട. ഈ പതയോടുകൂടി കോരി ഒഴിച്ചാൽ മാത്രമേ ഇഡ്ഡലി നന്നായിട്ട് വരുത്തുള്ളൂ. ഇനി നമുക്കിത് ഇഡ്ഡലി ആക്കി എടുക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഇഡ്ഡലി തട്ടിൽ വെള്ളം ഒഴിച്ചിട്ട് അത് നന്നായിട്ട് ആവി വരാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്ത് ആവി വന്നിട്ടുണ്ട്. ഞാൻ ഇതിനകത്ത് ലേശം എണ്ണ തൂത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമുക്കിനി ഇതിനകത്തോട്ട് ഇഡ്ഡലി മാവ് കോരി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് റെഡിയാവാൻ വേണ്ടിയിട്ട് ഇത് മൂടി വെക്കാം. ഇപ്പോൾ നമ്മുടെ ഇഡ്ഡലിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. എന്നാലായിരിക്കും ഈ ഇഡ്ഡലി തട്ടിൽ നിന്ന് നന്നായിട്ട് ഇളകി കിട്ടത്തുള്ളൂ. ഇപ്പോൾ ഇഡ്ഡലിയൊക്കെ ഒന്ന് ചെറുതായിട്ട് തണുത്തിട്ടുണ്ട്. നമ്മളെപ്പോഴും ഇഡ്ഡലി ഇളക്കിയെടുക്കാൻ ഉപയോഗിക്കുന്ന സ്പൂൺ വളരെ കട്ടി കുറഞ്ഞ സ്പൂണായിരിക്കണം. എന്നിട്ട് ആ സ്പൂണൊന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് ഇതിൽ നിന്നൊന്ന് ഇളക്കിയെടുത്താൽ മതിയാവും. ഇപ്പോൾ ഇഡ്ഡലി നന്നായിട്ട് ആ പാത്രത്തിൽ നിന്ന് ഇളകി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇഡ്ഡലി എല്ലാം ഇളക്കി എടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ടുള്ള ഇഡ്ഡലിയാണ്. നമുക്കിതൊരെണ്ണം മുറിച്ച് നോക്കാം. അകമൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്, അതേസമയം നല്ല സോഫ്റ്റുമാണ്. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ദോശ ചെയ്യുന്നതെന്ന് നോക്കാം. ദോശയ്ക്ക് ചുടാനാണെങ്കിൽ ഇതിനകത്തോട്ട് കുറച്ച് പഞ്ചസാര ഒന്ന് ചേർത്ത് കൊടുക്കണം. ഒരു 1/2 ടീസ്പൂൺ 1 ടീസ്പൂൺ മതിയാവും. ദോശയ്ക്ക് നല്ലൊരു ബ്രൗൺ കളർ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ കട്ടിയുള്ള ദോശയാണെങ്കിലും ഇതിനകത്ത് നന്നായിട്ട് തന്നെ വരും. ഇപ്പോൾ ഇതിനകത്ത് നന്നായിട്ട് ആ കുമിളകളൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ അടുത്ത സൈഡും റെഡി ആയിട്ടുണ്ട്. നമുക്കിനി നല്ല കട്ടി കുറഞ്ഞ ദോശ ഒരെണ്ണം ഇത് വെച്ചിട്ട് ചൂടാം. ഒരു സൈഡ് നന്നായിട്ട് റെഡി ആകുമ്പോഴത്തേക്ക് കുറച്ച് നെയ്യൊന്ന് തൂത്ത് കൊടുത്ത് നമുക്കിത് ഈ പാനിൽ നിന്ന് മാറ്റാം. അപ്പോൾ എല്ലാവരും ഈ ഇഡ്ഡലി ദോശയുടെ പ്രീമിക്സ് വെച്ചിട്ട് ഇതൊന്ന് റെഡിയാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും കമൻറ്റ്സ് അറിയിക്കാനും മറക്കരുത്. താങ്ക്